ഡിട്രോയിറ്റിലേക്ക് തന്നെ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അധികം പേരും ഡിട്രോയിറ്റിലേക്കാണ് കുടിയേറിയത്. അന്ന് അതൊരു സൗകര്യമായിട്ട് കണ്ടു. ഡിട്രോയിറ്റിൽ ചെന്നിട്ട് ആദ്യമായി ചില ഫാക്ടറികളിലെല്ലാം ജോലി ചെയ്തു. അതിനോടൊപ്പം പഠനം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം അവിടെ തുടർന്നു. ഡിട്രോയിറ്റ് പഠനം തുടരാൻ വളരെയധികം അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പഠനം തുടർന്നപ്പോൾ ഡിട്രോയിറ്റിലെ ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡ് എന്ന കമ്പനിയിൽ ജോലി കിട്ടി. അത് ഏതാണ്ട് 5-6 വർഷം മറ്റോ തുടർന്നു. ഡിട്രോയിറ്റിലെ സാഹിത്യ ചർച്ചകൾ ഞങ്ങൾ തുടർന്നെങ്കിലും, ഒരു ചെറിയ ഗ്രൂപ്പ് തുടർന്നെങ്കിലും കാര്യമായിട്ടുള്ള എഴുത്തൊന്നും നടന്നില്ല. അതിനുശേഷം 1982 ഹ്യൂസ്റ്റണിലേക്ക് വരാൻ തീരുമാനിച്ചു. അതിന് പ്രധാന കാരണം ഒന്ന്, ഡിട്രോയിറ്റിലെ അതിശൈത്യം. 2, നഴ്സിംഗ് ലൈസൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ടെക്സാസ് സംസ്ഥാനത്ത് അക്സെപ്റ്റ് ചെയ്യും, മിഷിഗണിൽ അത് കുറച്ചുകൂടെ ഹാർഡായിരുന്നു. അങ്ങനെ 1982 ജൂലൈ മാസം ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് വന്നു. ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ മുതൽ തന്നെ അന്നത്തെ CSI പള്ളിയിൽ ഞങ്ങൾ അംഗങ്ങളായിരുന്നു. പിന്നീട് 1983 തന്നെ ഇവിടെ നിന്നൊരു ഇന്ത്യ ന്യൂസ് റിവ്യൂ എന്നൊരു മാസിക തുടങ്ങി. ഇപ്പോൾ ഡാളസിൽ താമസിക്കുന്ന തോമസ് എബ്രഹാം അതിലെൻ്റെ പാർട്ട്ണറായിരുന്നു. ഞങ്ങളത് 4 വർഷം നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് 1988 മുതൽ 3 കേരള ഡയറക്ടറി പ്രസിദ്ധീകരിച്ചു. അതിൽ മാർത്തോമ സഭയിലെ TA മാത്യു സഹകരണത്തോടു കൂടിയാണ് അത് ചെയ്തത്. അത് ആ പ്രോജക്റ്റും വളരെ വിജയകരമായി നടത്തി. പിന്നീട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരു ഡയറക്ടറുടെ ആവശ്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് വേറെ അത് ഞാനൊന്ന് ഫൈനലൈസ് ആയിട്ട് വരുന്നേ ഉള്ളൂ. മോത്തി പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോവാ. ഞാൻ എഴുതിയത് അത് കുഴപ്പമില്ല. ഇപ്പം തീയാടി തോമസ് ആണ് പേര്. റോയ് തീയാടി അങ്ങനെ എഴുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശ്രീ റോയ് തോമസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശ്രീ എസ് സി ജോർജ് പറഞ്ഞ പോലെ മാധവ് ഗാഡ്ഗിൽ അടുത്ത സമയത്ത് അന്തരിച്ചു. അദ്ദേഹം ഇതിൻ്റെ ഒരു വക്താവായിരുന്നു. കാരണം ഭൂമിയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്നത്തെ നിലയിലെത്തിയത്. ഇന്ന് നമുക്ക് വളരെ സുരക്ഷിതമെന്ന് തോന്നാവുന്ന ഒരു രീതിയിലേക്ക് ഭൂമി എത്തി. പക്ഷേ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാർത്തി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ജീവിക്കാനുള്ള, ഓരോരുത്തർക്കും ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും ജീവിക്കാനുള്ള ആവേശം കൊണ്ട് നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ കൂടുതൽ അത് വേഗമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഒരു 500 വർഷത്തിനപ്പുറം ചിലപ്പോൾ സംഭവിക്കാവുന്നൊരു കാര്യം നമ്മൾ ഇന്ന് സംഭവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കവി ഈ വിഷയത്തെപ്പറ്റി വളരെയധികം ആകുലനാകുന്നു.
ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ട ആ ഭൂമി അല്ല ഇന്ന് നമ്മൾ നാട്ടിലൊക്കെ ചെന്നാൽ, കേരളത്തിൽ ചെന്നാൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിലധികം സ്ഥലങ്ങളിലും അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് വളരെയധികം നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ ശ്രീ റോയ് തോമസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ഇനിയും കവിത അവതരിപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റുള്ളവർക്ക് കൂടെ പറയാനുള്ള അവസരം വേണമല്ലോ. 51 വർഷമായി ഡിട്രോയിറ്റിലോട്ട് ആദ്യം വരുന്നത്. അമേരിക്കയിൽ വരുന്നത് പഠിക്കാൻ വന്നത് അല്ലേ അച്ഛൻ? അല്ല ഡിട്രോയിറ്റിലേക്ക് വന്നത്, ഡിട്രോയിറ്റ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ന്യൂഡൽഹിയിൽ പുള്ളിക്കാരി സഫ്രജംഗ് ഹോസ്പിറ്റൽ. ഓ അത് ആ കാലഘട്ടത്തിൽ സഫ്രജംഗ് ഹോസ്പിറ്റലുള്ളവരെ അമേരിക്കയിൽ വരുന്നവരെല്ലാം ഡിട്രോയിറ്റിലേക്കാണ്. ശരി. അപ്പം ഡിട്രോയിറ്റിലേക്ക് പോകുന്നത് കംഫർട്ടബിളായിരുന്നു. കാരണം എല്ലാം ഫ്രണ്ട്സ് ഉണ്ടല്ലോ. എല്ലാം ഫ്രണ്ട്സുണ്ട്. അന്ന് ചാണ്ടി സാറിനൊക്കെ അവിടെ വെച്ച് അറിയാമോ ഡിട്രോയിറ്റ് വെച്ച്? ആരെ? ചാണ്ടി സാറൊക്കെ നമ്മുടെ ഒരു ചാണ്ടി സാറില്ലേ? ഡിട്രോയിറ്റ് വെച്ച് അറിയും. അറിയാം അല്ലേ? ന്യൂഡൽഹി വെച്ച് അറിയുമ്പോൾ എനിക്കറിയാം. അല്ല അവർ ബീഹാർ പാറ്റ്നയിലായിരുന്നു. ഡിട്രോയിറ്റ് വെച്ച് നമുക്കറിയാം. ഞങ്ങൾ ഡിട്രോയിറ്റില്ല CSIക്കാർ 4 ഫാമിലിയുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറുള്ള പുള്ളിക്കാരുടെ ബ്രദർ, പിന്നെ വേറൊന്ന് നമ്മുടെ PC ചാണ്ടി, വേറൊന്ന് ഡാളസിലുണ്ടായിരുന്ന ഡെന്നിസ് കോട്ടയംകാരൻ, പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു വർഗീസ്, പുള്ളി എവിടെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റു ചിലരുണ്ടായിരുന്നു, മറ്റു ചില ഡിനോമിനേഷനൊക്കെ പോയത് ചിലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം ഡിട്രോയിറ്റിലെ ഒരു CSI സർവീസ് നടത്തിയത് കുഴിക്കാലക്കാരൻ CS ഫിലിപ്പച്ചൻ. അത് 74-ലാണ്. അദ്ദേഹം ഓടി നടന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. അന്ന് ഈ ഡ്രൈവ് ചെയ്തെല്ലാം ഇത് ഈ മഞ്ഞ സായിച്ചിലും എല്ലാം അതെ അതെ. പിന്നെ ഞങ്ങൾ വന്നപ്പം മുതൽ ഡിട്രോയിറ്റിലെ സെൻറ്റ് ജോൺസ് ചർച്ച് എപ്പിസ്കോപ്പൽ ചർച്ചിലെ മെമ്പേഴ്സായിരുന്നു. ഞങ്ങൾ പിന്നെ ഡൗൺ ടൗൺ ഏരിയയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ഞങ്ങൾ ഓക്ക് പാർക്കിലേക്കാണ് മൂവ് ചെയ്ത് പോയത്. അവിടെ നിന്നൊരു 10 മൈൽ ഡൗൺ ടൗണിൽ നിന്ന്. അവിടെ ഫ്രണ്ടേജിൽ നിന്നൊരു സബ് ഡിവിഷനുണ്ട്, ഒരു സിറ്റിയുണ്ട്. അവിടെ ഒരു ചർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് ഉണ്ടായിരുന്നു, സെൻറ്റ് ലൂക്സ് എപ്പിസ്കോപ്പൽ ചർച്ച്. അവിടെ ഞങ്ങൾ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നപ്പം ഞാൻ ആദ്യം മുതലേ തന്നെ റിഡംഷൻ ചർച്ചിലെ മെമ്പറായിരുന്നു. അത് ശരി. അത് CNAയുടെ പാർട്ടായിരുന്നു? അല്ല, അന്ന് CNA ഇല്ല. ഓ അത് ശരി. അത് ഒരു ആംഗ്ലിക്കൻ ചർച്ചായിരുന്നു, വൈസ്രോയി ചർച്ച്, രാഷ്ട്രപതി വേണ്ട തൊട്ടടുത്ത്. ഇപ്പോൾ സർവീസ് എല്ലാം നമ്മുടെ ഒരു ആംഗ്ലിക്കൻ എല്ലാം സെയിമാണ്. ഞങ്ങളിവിടെ പോകുന്ന എപ്പിസ്കോപ്പൽ ചർച്ചും എല്ലാം സെയിമാണ്. പക്ഷേ ഇവിടെ 1.5 മണിക്കൂറിന് തീരും. പ്രസംഗമൊക്കെ വളരെ ടു ദി പോയിന്റ്. നമുക്ക് 2 പേർക്ക് കാപ്പി ഉണ്ടായുള്ളൂ. പുള്ളിക്കാരൻ അങ്ങനെ വലിയ കാപ്പി കുടിക്കില്ല. അപ്പോൾ എടുത്തോ? പിന്നെ എടുത്തോളാം. ഇപ്പം എല്ലാം അവിടെ കഴിച്ചാൽ. അമ്മമ്മ സബ്ദർജെങ്കിൽ എത്ര വർഷം ഉണ്ടായിരുന്നപ്പോൾ? 7 വർഷം അടി. 7 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 69-ൽ ഞങ്ങൾക്ക് ഇവിടെ വരാമായിരുന്നു. അതെ. പക്ഷെ അപ്പോഴും മോളുണ്ടായി. മോളെ ഒന്നുകൂടെ ഇപ്പം അറിയാത്ത ഒരു നാട്ടിലേക്ക് വന്നാൽ അന്ന് ഡാളസിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയായിരുന്നു. അത് നേരത്തെ കിട്ടി, പക്ഷെ വന്നില്ല ഞങ്ങൾ അന്നേ. പക്ഷേ പിന്നെ ആണ് പറയാൻ പറ്റിയത്. ഇതെല്ലാം എടുക്കാതിരിക്കുന്നത്. ഞാൻ എടുത്തല്ലോ, ഒരു പീസ് എടുത്തു. ഒരു പീസ് കൊണ്ടൊന്നും ശരിയാവില്ല. അല്ല, എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇതെല്ലാം തിന്നു തീർക്കേണ്ടി വരും.
ചൂടാക്കണം ചൂടാക്കണം. വേണ്ട വേണ്ട അമ്മ ഒന്നും ചെയ്യില്ല. ബഹുമാനപ്പെട്ട ജോഹാജി സാറിന് നമ്മുടെ ആദരപൂർവ്വം ആശംസ പറയാൻ ക്ഷണിച്ചു. താങ്ക് യു. ഇവിടെ തുടങ്ങണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മലയാളികളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ചരിത്രത്തിൽ നമ്മളെന്ന് നമ്മൾ പലപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ന് ഓർക്കേണ്ട ഒരു ഡേറ്റാണ് 1964. അന്നാണ് പ്രസിഡന്റ് ജോൺസൺ, ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ്, കുടിയേറ്റ നിയമത്തിന് ഇതിന് അവസാനം സൈൻ ചെയ്തത്. ഞാൻ പറയാൻ കാരണമായത് ഇതൊരു വാർത്തയിൽ വന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നവർ ഏതായാലും ആഴ്ചകൾ പോകുമ്പോൾ ഈ കാര്യം അറിയും. അന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ അത്യാവശ്യം നേഴ്സസ് അമേരിക്കയിലേക്ക് ശ്രമിച്ചുകൊണ്ട് അത് 1970 ആയപ്പോഴത്തേക്ക് ക്രമേണ കുടിയേറ്റം ഞങ്ങൾ അതിലേക്ക് വന്നത് 1973. നേരത്തെ വരാമായിരുന്നു. പക്ഷേ മറ്റേ കൊച്ചുമോളുണ്ടായിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ 50 വർഷത്തിൽ കൂടുതൽ അതിലേക്ക് വന്നത് എൻ്റെ അതിൽ 3 പേർ. അവിടുത്തെ പ്രത്യേക ഒരു താങ്ക് യു. പിന്നെ വിഷയത്തെ കിടക്കട്ടെ. ഞാൻ പല കാര്യങ്ങളൊന്നും ആദ്യം പറയുന്നില്ല. പക്ഷേ ജ്ഞാനയുടെ തുടക്കം അത് ലാളസമാണ്. 1996 വക്കാന ഗവൺമെന്റ് നടന്നു. അതിനോടനുബന്ധിച്ച് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എൻ്റെ ഒന്നും കുറ്റം പറഞ്ഞില്ല. കാരണം അതൊക്കെയാണ് നടക്കുന്നത്. അന്ന് അവിടെ കൂടിയിരുന്നവർ അനാപചാരിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. എഴുത്തുകാർക്കുവേണ്ടി നമുക്കൊരു സംഘടന. പക്ഷെ ഇത് 1996 അതിന് 5 വർഷം മുമ്പ് തന്നെ 3 പേര് അന്നത്തെ മലയാളം പത്രത്തിൽ കൂടി അങ്ങോട്ട് തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു. മലയാളം പത്രത്തിൽ കൂടി കത്തുകൾ ഇടാറുണ്ട്. അതിൽ ഞാൻ ഓർമ്മിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടൊരു വ്യക്തി ഫാദർ സിസ്റ്റർ മോള്, ലണ്ടൻ ജോസഫ് മന്ത്രിമാർ. പിന്നെ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതൊരു ദർശനമാണ്. അമേരിക്കയിലെ എഴുത്തുകാർ സാഹിത്യം പ്രചരിപ്പിക്കുകയൊന്നല്ല. ഇവിടെ നിന്ന് എഴുതുന്നവർ തമ്മിൽ കണ്ടുമുട്ടുക, പലപ്പോഴും അതിനുശേഷം 1992 വാഷിംഗ്ടൺ DC ഫൊക്കാനയുടെ ഒരു സംഘടന. അത് ഇനി എത്ര സൃഷ്ടിച്ചൊരു സംഘടനയാണ്. അമേരിക്കയിലെ നാട്ടിലെ കേരളത്തിലെ മലയാളത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരും ഒരു സംബന്ധിച്ചു. NT വാസുദേവൻ നായർ, OM മണി, സുഗതകുമാരി, കാക്കനാടൻ എന്നീ പറഞ്ഞ ഇത്തരത്തെ പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മുതലാണ് ഈ അമേരിക്കയിലുള്ള എഴുത്തുകാരെ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചത്. അതിനു തന്നെ പ്രത്യേക ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് ചാക്കോ ശങ്കരൻ. അദ്ദേഹം അമേരിക്കയിലെ എഴുത്തുകാരെ അദ്ദേഹത്തിൻ്റെ രചനയും മാസങ്ങളിൽ കൂടി മറ്റുള്ളവരെ പരിചയപ്പെടുത്തി. അത് മുഖ്യമായിട്ട് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. 1996 ഒക്കാനയുടെ സമ്മേളനം കഴിഞ്ഞു. ഒക്കാനയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വാശിയേറിയ തരത്തിലുള്ള പൊളിറ്റിക്സാണ്.
പക്ഷേ അവിടെ ഒരു 20-25-30 എഴുത്തുകാർ ആർക്കാണ് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ പലരും ഉണ്ടായിരുന്നു. നമ്മുടെ തെക്കാമുടി ഉണ്ടായിരുന്നു, ഗാന്ധി ഉണ്ടായിരുന്നു, മലയാള സ്വാമി ഉണ്ടായിരുന്നു, ചാക്കോശങ്കർ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു പറയും MST ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തുകൂടി ബേസ്മെന്റിൽ കാർ പിടിച്ച കസേരയൊക്കെ ഇട്ടിരുന്ന കൂട്ടിയിട്ടിരുന്ന റൂമിൽ ഒരു ചെറിയ ഒരു സ്ഥലം തന്നു. അവിടെ ഒരു മീറ്റിംഗ് കൂടി. അന്നൊരു അഡ്വ കമ്മിറ്റി രൂപപ്പെടുത്തി. ഡോക്ടർ MST നമ്പൂതിരി അതിൻ്റെ ചെയർമാനായിരുന്നു. സെക്രട്ടറി ജോസഫ് പൊന്നോടമായിരുന്നു. പിന്നെ അതിൽ നമ്മുടെ ജോർജ് മണിക്കറുണ്ട് വൈസ് പ്രസിഡന്റ്. അതിനുശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ തെക്കാമുടി അന്തരിച്ച തെക്കാമുടി 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഭരണഘടന രൂപപ്പെടുത്തി. നാളത്തിൽ തന്നെ കൂടി ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ധാനി എന്ന പേര് സ്വീകരിച്ചു, അംഗീകരിച്ചു. അതിനുശേഷം എല്ലാ വർഷവും മുടങ്ങാതെ നാഷണൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്, പിന്നെ റീജിയണൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്, പിന്നെ സൗകര്യം പോലെ സാഹിത്യ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ഡോക്ടർ അധികം നിൽക്കുന്നില്ല. ഞാൻ 2 ബുക്കൊന്നും പരിചയപ്പെട്ട ഇത് ഞാനേക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ചാണ്. കുടിയേറ്റ ഭൂമിയിലെ സാഹിത്യ സംവാദം. ഇത് ചിക്കാഗോയിലെ 2013 നടന്ന സമ്മേളനത്തിൻ്റെ ഒരു അവലോകനം. ഓരോ സമ്മേളനം നടക്കുമ്പോഴത് ബിസിനസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാറുണ്ട്. പക്ഷേ സാഹിത്യപരമായിട്ടുള്ള അവലോകനങ്ങൾ നമുക്കൊരാവശ്യം. ഇത് 2013 ചിക്കാഗോ കൺവെൻഷന്റെ ഒരു അവലോകനമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നുമില്ല. ഇത് ഞാൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എഴുത്തുകാർ. ധാനയുടെ മെമ്പറല്ല, ഐക്യരാഷ്ട്ര സഭ മെമ്പറല്ല, മലയാള സഭയ്ക്ക് മെമ്പറല്ല, അമേരിക്കയിലുള്ള ഏതൊരു സാംസ്കാരിക എഴുത്തുകാരും മൺമറഞ്ഞവരുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള അനുസ്മരണം. ഇതിലിപ്പം നമ്മളിപ്പോൾ ഓർക്കാത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ഇ. വർഗീസ്. അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് കാഷ്വലായിട്ട് ഓർമ്മിച്ചാൽ പറയാം. അദ്ദേഹത്തെ പറ്റി ഞാൻ അറിയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു. സ്റ്റേറ്റ്സ്മാൻ പറഞ്ഞിട്ടുള്ള ചെറിയ വാർത്ത തിരുവനന്തപുരം പാർലമെന്ററി ഇലക്ഷന് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അന്തനായ ഒരു മനുഷ്യൻ പാർലമെന്റിലേക്ക് മത്സരിച്ചു. വാർത്ത വായിച്ചു നടന്നു. അദ്ദേഹം അന്തനായ മനുഷ്യനായതുകൊണ്ട് അല്പം മറന്നില്ല, ഓർമ്മയില്ല. അതിനുശേഷം ഏതാനും വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഡിട്രോയിറ്റ് വന്നപ്പോൾ ആരോ പരിചയപ്പെടുത്തി. അവിടെ ഇന്ത്യ ഹൗസ് ഇന്ത്യ ഹൗസ് എന്ന് പറയാൻ കാര്യം വിമാനമാർഗം അമേരിക്കയിലേക്ക് പറഞ്ഞ വലിയ വാർത്ത വരുന്നുണ്ട്. അവർ വന്ന് താമസിക്കുന്ന ഒരു കുറഞ്ഞ അപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് താമസാലേ അതുള്ള കുറഞ്ഞ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അന്നേ അതേ വലിയ സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ പൊന്നച്ചായ ഒരാളുണ്ട്. നമുക്ക് പോയി കാണാൻ വേണ്ടി അതായത് പരിചയപ്പെടുമ്പോഴാണ് 3 മാസ്റ്റേഴ്സ് ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഏറ്റവും സമർത്ഥനായ ഒരു അദ്ദേഹം അന്തരാണ്. 5 വയസ്സിൽ കാഴ്ചപോയ നഷ്ടപ്പെട്ടതാണ്. പത്രാപുരത്തിനടുത്ത് കലഞ്ഞൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഡിട്രോയിറ്റിൽ ഉണ്ടായിരുന്നത് ഞാൻ ഒരു മാർഗദർശനം. അന്ന് സാഹിത്യ സംഘടന ഇല്ലായിരുന്നെങ്കിൽ 5-6 പേര് കൂടി
ചെറിയ കുടുംബം അദ്ദേഹം നയിച്ചു. അദ്ദേഹം യൂറോപ്പിലോട്ട് പോയി മടങ്ങി ചെന്നു. ലിബർട്ടി ഇന്റർനാഷണൽ സൊസൈറ്റി സ്ഥാപിച്ചു. ഒരു ആശ്രമം പോലെ ഞാനവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു അനുസ്മരണം പെട്ടെന്ന് മീനാകർഷണം ഇവരുടെ KK പിള്ള എന്നൊരു പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഡിറ്ററായിരുന്നു. മലയാള സമൂഹത്തിലല്ല, ഇംഗ്ലീഷിൽ ന്യൂയോർക്ക് മാഗസിനിലൊക്കെ അവർ മരിച്ചു. അവരെ പറ്റിയുള്ള പിന്നെ പൊക്കാനിയിലെയും ജ്ഞാനയ സമ്മേളനങ്ങളിലെ സാറിനുള്ള കോഴ്സ് പിന്നെ നമ്മുടെ ഇവിടെ ജീവിച്ച് വന്ന എസ്കേപ്പിനെ പറ്റിയുണ്ട്, പറ്റിയുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. ഒരാളെ പറ്റി ഒരാൾ എഴുതിയെന്ന് വിചാരിച്ചിട്ട് പലർക്കും ഇതിൽ കൂട്ടിച്ചേർക്കാം. ഇനി നമ്മുടെ ഇടയിൽ നിന്ന് വന്നു പോകുന്നതിനെ പറ്റി കണ്ടിന്യൂസായിട്ട് ഈ അനുസ്മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നും ജീവിക്കുന്നവരുടെ ലോകം ഇതുപോലെ ഒരു പ്രവേശനത്തിന് എല്ലാവർക്കും കൂടി വരാൻ സാധിച്ചത് നല്ലൊരു കാര്യം തന്നെ. ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമുക്ക് തുടർച്ചയായിട്ട് പലപ്പോഴും നടത്താം. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും കാണാൻ സാധിച്ചത് നല്ലൊരു കഥ എഴുതാൻ സാധിച്ചു. ഇനിയൊരു സ്റ്റോറിയുണ്ട്. എല്ലാവരും ഇതുപോലെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ആശംസിക്കുന്ന ഡ്രൈവിംഗ് പഠിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായി. അന്ന് ഏത് വണ്ടിയല്ല പഠിച്ചു? പത്മിനിയോ അംബാസഡറോ? അന്ന് അംബാസഡറല്ല പഠിച്ചു. അംബാസഡറെ പഠിച്ചു. അത് വർഷം 1973. അന്ന് ഹിന്ദിക്കാരുടെ കൂടെ ഇരുന്ന് പഠിച്ചു. അതെ അതെ. നളന്ദ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. ഓ അത് ശരി. ഞങ്ങള് കുറച്ച് മലയാളികളുണ്ടായിരുന്നു. പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. കാരണം നളന്ദ യൂണിവേഴ്സിറ്റി 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതെ പോയതാണ്. അതെ അതെ. ഞാൻ നളന്ദ യൂണിവേഴ്സിറ്റി പുതിയ നോവലിൽ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു പേര് ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ പഠിക്കാൻ പറ്റി. അതെ അതെ. ഈ നളന്ദ എന്ന് പറയുന്ന സ്ഥലമേ യുപിയിലാണ് അല്ലേ? അല്ല, ബീഹാറിലെ. ഓക്കെ, പാറ്റ്ന എടുത്താ. അത് ഏതാണ്ട് 2000 വർഷത്തിന് മുകളിലെ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. അത് നശിച്ചു പോയി. ചൈനക്കാരനായിട്ടുള്ള ഹ്യുവാൻ സിംഗ് അപ്പോൾ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഹ്യുവാൻ സിംഗ് ഇവിടെ വാങ്ങുന്നുള്ള ഒരു പാഠം തന്നെ ഞാൻ താഴത്തെ ക്ലാസ്സിൽ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ ശരി. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. യാത്ര 2000 വർഷം മുമ്പ് ചൈനയിൽ നിന്ന് വന്ന പഠിക്കാൻ അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ആ കാലത്ത്. ഇന്ത്യയിലെ 2 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു, മോഹൻജദാരോയും നളന്ദയും. നളന്ദ ബുദ്ധമത കേന്ദ്രം കൂടെ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. കൂളിംഗ് സൈഡ് ഇച്ചിരൂടെ. ഓക്കെ ഓക്കെ, കറക്റ്റാ. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടുള്ള വെൻ്റ് ക്ലോസ് ആണ്. വരുന്നുണ്ട് കറക്റ്റാ. ഓക്കെ ഓക്കെ. ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണമല്ലോ. അതെ, പുതിയ വണ്ടി ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ ഡ്രൈവിംഗ് സ്കൂൾ പഠിച്ച് ഡൽഹി വെച്ച് വണ്ടിയെല്ലാം മേടിച്ചോ? ഡൽഹി വെച്ച് വണ്ടി വാങ്ങി. ഡൽഹിയിൽ ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഒരു ചെറിയ കമ്പനി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഫോർട്ട് മോട്ടോർ കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ഓക്കെ. അപ്പം അവിടെ നിന്ന് പിന്നെ ലേ ഓഫ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ ഫോർട്ട് മോട്ടോർ കമ്പനി ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ വണ്ടി വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ലേ ഓഫ് കിട്ടി കുറച്ചാൾ ഇരുന്നപ്പം ഞങ്ങൾ കുറച്ച് പേര് സമാന മനസ്സിലായിട്ടുള്ള കുറച്ച് പേര് നമ്മളെന്തിനാ ഈ ഫാക്ടറി ജോലി ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും സ്കൂളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് സ്കൂൾ കണ്ടുപിടിച്ചു. കീ പഞ്ചിങ് പഠിക്കുന്നു. ഓ, കീ പഞ്ചിങ്. അതായത് കമ്പ്യൂട്ടറിലെ കീ പഞ്ചിങ് ആണോ? കമ്പ്യൂട്ടറിലെ കീ പഞ്ചിങ്. അന്നത്തെ കമ്പ്യൂട്ടർ ആയില്ല ശരിക്കും അല്ലേ? ശരിയായിട്ട് ആയി വരുന്നേ ഉള്ളൂ. ടൈപ്പിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ. അതെ അതെ. പക്ഷെ കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ടൈപ്പിംഗ് അത്. പക്ഷേ
അവിടെ കമ്പ്യൂട്ടർ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യത്തിലും കമ്പ്യൂട്ടറുണ്ട്. 69-ലാണല്ലോ അമേരിക്കക്കാർ മൂണിൽ വരെ പോയത്. എക്സാക്ട്ലി. പക്ഷെ അന്നത്തെ ആ കമ്പ്യൂട്ടർ സിസ്റ്റം അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇത് ഇങ്ങോട്ട് എങ്ങനെയാ മൂണിൽ പോകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് അവർ മാനേജ് ചെയ്താണ്. പക്ഷെ ഞാൻ കീപ്പച്ചിക്ക് പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ എന്നെ സ്പോൺസർ ചെയ്തു ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡിലേക്ക്. അവിടെ ചെന്ന ജോലി കിട്ടി. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു മലയാളികൾ. ഒരു ഭവാന പിള്ള, ഒരു സൗമ്യര്, പിന്നെ വേറൊരാളുണ്ട്. അന്ന് ഡൽഹി മേടിച്ച കാർ ഏതായിരുന്നു അച്ഛാ? ഷെവർലെ ഇംപാല. ഡൽഹി വെച്ച് അല്ല, ഡൽഹി വെച്ചല്ല. ഡൽഹി വെച്ച് കാറൊന്നും വാങ്ങിയില്ല. ഓക്കെ. ഇവിടെ ഡിട്രോയിറ്റ് വന്നിട്ട് ഇംപാല വാങ്ങി. പിന്നെ ഒരു വൈഫിന് വേണ്ടി ഒരു നോവയും വാങ്ങി. നോവ. അത് ഇത് ഷെവർലയുടെ നോവ. ഓക്കെ 76. ഓക്കെ ഓക്കെ. അന്ന് പോലെ ഡ്രൈവ് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ. അത് അമ്മാമ്മ ഇവിടെ വന്നാണ് പഠിച്ചത്? അച്ഛൻ പഠിപ്പിച്ചു കുറച്ച് അല്ലേ? ആ കാലത്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ? ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഉള്ള ആകപ്പാടെ നമുക്കുള്ള ഒരു പേടിയുണ്ടല്ലോ. അതെ, അത് മാത്രമേ. ഇത്രയും വണ്ടികളുടെ ഇടയിൽ കൂടെ ട്രക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിക്കുന്നു. ഫ്രീ വെയിലൊക്കെ പേടിയായിരുന്നു. അതൊക്കെ പഠിച്ചു. റൈറ്റ്. അത് കഴിഞ്ഞ് ഷെവർലെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ മേടിച്ച വണ്ടി ഏതാ? ഷെവർലെ ഇംപാല വാങ്ങി. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള ഒരു വണ്ടിയാണ് നോവ. നോവ വാങ്ങി. ഓക്കെ. അതൊക്കെ ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇംപാല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് 1980 ഒരു ഓൾസ് മൊബൈലിന്റെ ഒരു ഒമേഗ എന്നത് വണ്ടി. ഓക്കെ. ഏത് വോക്സ് വാഗന്റെയോ? അല്ല, ഓൾസ് മൊബൈൽ അമേരിക്കൻ കാറാ? ഓക്കെ. ആ മാനുഫാക്ചറിംഗ് ഒന്നും ഇപ്പൊ ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഇത് ഡിട്രോയിറ്റിലുള്ള കമ്പനികളായിരുന്നു ഇതെല്ലാം? എല്ലാം കാറിന്റെ മാനുഫാക്ചറിംഗ് മുഴുവൻ. ആ കാലത്ത് ഞാൻ ഫോർഡ് മോട്ടോർ കമ്പനി ജോലി ചെയ്യുമ്പോൾ ഒരു ഫോറിൻ മെയ്ഡ് കാർ അവരുടെ പാർക്കിങ്ങിലോട്ടുണ്ടെങ്കിൽ അത് യൂണിയൻകാർ തല്ലിപ്പൊട്ടിക്കും. അത് ശരി. അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അന്നൊന്നും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ കാർ കണ്ടു കഴിയുമ്പോൾ അവർ തല്ലിപ്പൊട്ടിക്കും. കാർ ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല. ഒരു ഫോറിൻ കാർ കൊണ്ട് ചെന്നാൽ യൂണിയൻകാർ തല്ലിപ്പൊട്ടിക്കും. അങ്ങനെ ഒരു മെന്റാലിറ്റിയാ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അതെ. ഇപ്പൊ അവരുടെ കയ്യിലല്ല ടൊയോട്ടയും ലെക്സസും. അതെ. അത് കഴിഞ്ഞാൽ അപ്പോൾ ആ കാലത്തൊക്കെ ഈ ഗ്യാസിന്റെ പ്രൈസോ അല്ലെങ്കിൽ അതിന്റെ മൈലേജ് വല്ല ഇഷ്യൂ ആയിരുന്നോ? അല്ല, വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു ചുരുക്കം കാലത്തേക്ക് 1978 സമയത്താണ് തോന്നുന്നു ഒരു വലിയൊരു ഷോർട്ടേജ് വന്നു ഗ്യാസിന്. നമുക്കൊന്നും വലിയതായിട്ടൊന്നും ബാധിച്ചു. അന്നും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുകയാണ് ഓയില്. അമേരിക്കയ്ക്ക് തന്നെ ഓയിലുണ്ട്. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ഓയിൽ ഇന്നും പറ്റും. കാരണം അത് സൗദി അറേബ്യ ആയിട്ടുള്ള മറ്റു ഓയിൽ അവരുടെ സർപ്ലസ് അവർ കൊണ്ടുവരണമല്ലോ. അതെ, കാരണം ഇവിടെ വന്നിട്ട് അത് റിഫൈൻ ചെയ്യണം, പിന്നെ അങ്ങോട്ട് വിൽക്കണം. കാരണം ഇതൊരു ഒരു ഇന്റർനാഷണൽ ട്രേഡാണ്. അതെ, അത് ഡോളറിലാണല്ലോ അതിന്റെ ട്രേഡ് എല്ലാം നടക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് അന്നും ഇന്നും വേണമെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് നിൽക്കാം. എന്നിട്ട് അത് മൂന്നാമത്തെ കാർ ഇത് പറഞ്ഞു. നാലാമത്തെ ഏതാന്ന് ഓർമ്മയുണ്ടോ? നാലാമത്തെ കാറ് ബ്യൂക്കിന്റെ ലേസർ. മ്യൂക്ക് ബുയിക്കിന്റെ അത് അമേരിക്കൻ കാർ തന്നെയാണ്. അത് അമേരിക്കൻ കാർ. അത് ഇച്ചിരി ലക്ഷറി ആയിരുന്നോ? അത് അല്പം കൂടെ ലക്ഷറി ആയിരുന്നു. അത് ഹ്യൂസ്റ്റന് വന്ന പിന്നെ ബുയിക്കിന്റെ 6 സീറ്റ് അല്ലെ 4 സീറ്റ് ഇതുപോലെ തന്നെ. ഓക്കെ ഓക്കെ. ഇത് ലെക്സസ് 2024 മോഡലാണ്. ഈ അച്ഛൻ ഇപ്പൊ ഇതെടുത്ത് 25 മോഡല്. ഇതിപ്പോ ലേറ്റസ്റ്റ് വെർഷൻ. ഓക്കെ 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 ഓക്കെ. അച്ഛന് കംഫർട്ടായിട്ട് തോന്നിയത്? ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ലക്ഷറി ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. എക്സാക്ട്ലി. അച്ഛാ ഇതൊക്കെ അപ്പൊ അമേരിക്ക അച്ഛൻ ഇത്രയും നാള് അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ അതിനിടയ്ക്ക് തന്നെ ഒരു മോൾ കപ്പോൺ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാറായപ്പോഴേ ഒരു നിസാന്റെ ഒരു സെൻട്ര വാങ്ങി. നിസാൻ സെൻട്ര സിഡാൻ ടൈപ്പ് ആണ്. അതെ അതെ. അപ്പം പഴയ നോവ അങ്ങ് വൈഫിന് വേണ്ടി ഒരു നിസാന്റെ ഒരു ഫ്രോണ്ടിയർ ട്രക്കും കൂടെ വാങ്ങി. ഓക്കെ. അപ്പം രണ്ടും കൂടെ ഒരുമിച്ചാണ്. ഓക്കെ. ട്രക്ക് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് പോലെയുള്ള ഒരു സാധനം അല്ലേ? അതിന്റെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസാൻ വന്നു, ജപ്പാൻ ബ്രാൻഡ് വന്നു. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് മോഹൻ്റെ പേർക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു നിസാൻ്റെ ഒരു വണ്ടി. ആഹാ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഓ അത് ശരി. നിസാൻ്റെ നിസാൻ പാത്ത് ഫൈൻഡറോ അങ്ങനെ വല്ലതും ആണ്? വേറൊരു സിഡാൻ തന്നെ. ആ ഓക്കെ. നിസാൻ സണ്ണി ഇവിടെ ഇല്ല, ബ്രാൻഡൊക്കെ എൻ്റെ ഗൾഫിലുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് അച്ഛാ അത് നിസാൻ കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയത് ഷെവർലയുടെ ഒരു കപ്രീസ് വലിയ വണ്ടിയാണ്. ഓ അത് ശരി. വലിയ നല്ല ട്രക്ക് പോലെ വലിയ ഇത് SUV പോലെ ഒക്കെയാ? അല്ല ഇതുപോലെ പക്ഷേ വലിയ വണ്ടിയാ. ആ ഹാ ഹാ. ഓക്കെ ഓക്കെ. അത് വാങ്ങി. അത് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇവിടുത്തേക്ക് മോളുടെ അവക്കൊരു വണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തു, ഒരു ക്യാമറി. ഓ ക്യാമറി, അതും ടൊയോട്ടയുടെ ക്യാമറി. അന്ന് അത് ലക്ഷറി ബ്രാൻഡാണ്. ലക്ഷറി ബ്രാൻഡ്. അതെ അതെ. അത് കഴിഞ്ഞ വൈഫിന് വേണ്ടി ഒരു ക്യാമറ. ഓ ഓക്കെ. അതൊക്കെ റിലയബിൾ ആണ്, കാരണം ടൊയോട്ടയുടെ ആയതുകൊണ്ട്. ഇപ്പം അതിനുശേഷം പിന്നെ ഒരു ടൊയോട്ടയുടെ തന്നെ ഒരു ട്രക്ക്. ഓ ശരി. ഒരു പിക്കപ്പ് ട്രക്ക് ടക്കോമ. ഓക്കെ. അത് കഴിഞ്ഞ വർഷമാണ് ഞാനത്. ഓ ശരി. അതിന് നല്ല വില കിട്ടി കാണുമല്ലോ. 20 വർഷം ഉപയോഗിച്ചു. അതിന്റെ എല്ലാം ആവറേജ് വില, ബുക്ക് വാല്യൂ. അതെ അതെ. ഓക്കെ ഓക്കെ. ആ പക്ഷെ ഇതൊന്നും അച്ഛനെ ഒരിക്കലും ഒരു ട്രബിൾ തന്നിട്ടില്ല ഈ വണ്ടികളൊന്നും. ഇല്ല, എനിക്ക് ട്രബിൾ തന്നിട്ടുള്ളത് ബൂയിക്കിന്റെ ആ വണ്ടി. അത് ഒട്ടും ബർത്തിയല്ലായിരുന്നു അല്ലേ? അത് മാത്രം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ട്രബിൾ എന്തുവായിരുന്നു എക്സാക്ട്ലി? എഞ്ചിന്റെ പ്രോബ്ലം ആണോ സ്റ്റാർട്ടിങ് ആയിരുന്നു? നിന്ന് പോകും, ഹീറ്റപ്പ് ആവും. ഓ ഓക്കെ ഓക്കെ. അതെല്ലാം ബുദ്ധിമുട്ടി പോയി. ആ ഹാ. അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊക്കെ മേടിച്ചിട്ടുണ്ടാവും? അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വാങ്ങുന്നത് 2005 വരെയുള്ള ഞാൻ പറഞ്ഞു. അല്ല 2003 വരെ. ഓക്കെ. 2005-ലാണ് ഞാൻ ക്യാമറ. അച്ഛൻ വീണ്ടും ഒരു ക്യാമറ മേടിച്ചു. മൂന്നാമത്തെ ക്യാമറയാണ്. ആ ക്യാമറ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കൊച്ചു ഗ്രാൻഡ് സൺ, ഇളയ ഗ്രാൻഡ് സൺ. ഓക്കെ. അത് അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ മാസം അവൻ അതുകൊണ്ട് സാൻലുണി വരും. ഓക്കെ. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനിടയ്ക്ക് അവന് വേണ്ടി ഒരു വണ്ടി വാങ്ങി, ഹോണ്ട വാങ്ങി. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ അച്ഛൻ്റെ ഡ്രൈവേൽ എപ്പോഴും ഒരു 4 വണ്ടി ഉണ്ട് സത്യത്തിൽ. 4, 6. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഹോണ്ട വാങ്ങി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് 2015 ഞാൻ റോഫോർ. അതും ടൊയോട്ടയുടെ ട്രാഫോർ. അതൊരു മിനി SUV ആണ് സത്യത്തിൽ. ഉണ്ട്, കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് റിലയബിൾ ആയിരുന്നു അല്ലേ? അതിന് ഗ്യാസ് മൈലേജും എല്ലാം ഉണ്ട്. ഓക്കെ എക്സാക്ട്ലി. ആ ഓക്കെ ഓക്കെ. അതിൽ പിന്നെ ഈ ലെക്സസിന്റെ ഒരു ആഗ്രഹം എന്നാ വന്നേ? ആ ഓക്കെ ഓക്കെ. ഓക്കെ. വെറുതെ ഒന്ന് പോയി. ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു ക്യാമറ വാങ്ങിയാലെന്താണെന്ന് വിചാരിച്ചു അവിടെ പോയി. ക്യാമറ ഇല്ലായിരുന്നു. അത് ശരി. ഇപ്പൊ വണ്ടിക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടല്ലോ. ഇപ്പൊ ലെക്സസ് കിടപ്പുണ്ടായിരുന്നു അല്ലേ? ലെക്സസിന് അടിച്ചപ്പോ ഒരു നല്ല ഒന്നാന്തരം ഡീലിംഗ്. ഇവര് നമ്മളെ വളരെ നല്ല. ഏത് ഷോറൂമിൽ നിന്നാണ് എടുത്തത്? വെസ്റ്റ് സൈഡിൽ. ഓക്കെ. ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ സെയിൽസിൽ, അതോ ഇവിടുത്തുകാരായിരുന്നു? ഇന്ത്യക്കാരുണ്ട്, പക്ഷേ ഓക്കെ. അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇന്ത്യക്കാർ അവിടുത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇന്ത്യക്കാർ. അതല്ലേ, ലെക്സസ് ഒക്കെ മേടിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരാണ്. ഇതിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്തോ ബേസിക്കലി ഇപ്പം പറഞ്ഞാല്? കംഫർട്ടാണോ? കംഫർട്ടുണ്ട്. ഉണ്ട്. പിന്നെ ആക്സിലറേഷൻ, ഡീസലറേഷൻ ഒക്കെ അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല. ഓക്കെ ഓക്കെ. ഒരു ടോട്ടൽ ഒരു ലക്ഷറി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ല അച്ഛനിപ്പോ ഓഡിയോയുടെ പെർഫോമൻസോ ഒന്നും നമുക്ക് ഇതിനകത്ത് നോക്കാറായില്ല. ഒന്നും ഓൺ ചെയ്യാറില്ല. എക്സാക്ട്ലി. ഇപ്പൊ അച്ഛൻ ഇതിപ്പം 15 വരെയുള്ള കണക്ക് പറഞ്ഞോ? സത്യത്തിൽ പറഞ്ഞല്ലേ? ഈ കാറല്ലാതെ അച്ഛന് വീട്ടില് വേറെ ഏതെങ്കിലും എക്യുപ്മെന്റ് ഇതുപോലെ ക്രേസായിട്ട് അച്ഛൻ മേടിക്കുന്ന വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പുകളൊക്കെ? കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ കുറെ അധികം ഇരിക്കുന്നുണ്ട്. അതല്ലേ? കഴിഞ്ഞ 3-4 മാസം മുമ്പേ ഒരു ലൈറ്റനിങ് ഉണ്ടായിട്ട് കമ്പ്യൂട്ടർ. ഓക്കെ. വലിയൊരു പ്രശ്നമായിരുന്നു. ഓക്കെ ഓക്കെ. മാമ കേറിക്കോ. ബാ. ഓ നോ പ്രോബ്ലം. ഇല്ല ഞങ്ങൾ തീരാറായി. ഓക്കെ ഓക്കെ. ഈ അച്ഛൻ ഇപ്പൊ ഇത്രയും വണ്ടികൾ മേടിക്കുകയും പറയുകയും ചെയ്തല്ലോ.
അച്ഛൻ സജസ്റ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഏതാ? യങ്സ്റ്റേഴ്സിന് ഇപ്പം ആവറേജ് ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ ക്യാമറയെ സെലക്ട് ചെയ്യും. ക്യാമറ ജാപ്പനീസ് വണ്ടി തന്നെയാണ് റിലയബിൾ? അതെ ക്യാമറയെ അത്രയും റിലയബിൾ ആയിട്ട് ഓർമ്മ ഒന്നുമില്ല. ഇല്ല. ഓക്കെ. ആ ക്യാമറയുടെ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ്? എ സി ഒക്കെ അതെല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിലെങ്ങനെയുണ്ട് കൂളിംഗ്? പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആണോ? ഇത് കുഴപ്പമില്ല. പക്ഷെ ക്യാമറ ബെറ്റർ ആയിരുന്നു അല്ലേ? ക്യാമറ ഇതോടെ അതിന് സമയമായിട്ടില്ല. ഇല്ല. ആ ഓക്കെ. പക്ഷെ ക്യാമറ ഞങ്ങൾ വാങ്ങിയ ക്യാമറ എല്ലാം തന്നെ അല്ലെങ്കിൽ ടൊയോട്ട എല്ലാം തന്നെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു അതിർത്തിക്ക് ഒരു കാരണവുമില്ല. ഒരു മേജർ റിപ്പയറും ഇല്ല. ഒരിക്കലും ഒരു എഞ്ചിന്റെ വർക്കോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അച്ഛൻ പറയുകയാണെങ്കിൽ ക്യാമറ തന്നെ എടുത്തോളാൻ പിള്ളേരോട് പറയുന്നത് അല്ലേ? ഹോണ്ട എങ്ങനെ ഉണ്ടായിരുന്നു? ഹോണ്ട ക്യാമറയോടെ കമ്പയർ ചെയ്യുമ്പോൾ പോരാ, ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇല്ല. ഓക്കെ. വേറൊരു കാര്യം ചോദിച്ചാൽ അച്ഛാ, ഇപ്പൊ ഈ ലക്ഷറി ഈ ലെക്സസ് എടുത്തു, ഇനി എന്തെങ്കിലും ഒരു വണ്ടിയുടെ അച്ഛൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേതായിരിക്കും? ഇല്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. ഇല്ല. ഓക്കെ. അച്ഛൻ പറയാ ഞാൻ ലെക്സസ് വരെ ഓടിച്ചു, നിങ്ങൾ ഇതിലും വലിയ നല്ലൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ ഏത് വണ്ടി പറയും? ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെയുള്ള വണ്ടി എടുക്കുക. അതെ. എക്സാക്ട്ലി. ഓക്കെ അച്ഛാ, ഓൾ ദ ബെസ്റ്റ്. അച്ഛൻ ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ യാത്രകളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മറ്റവർ വന്ന് സൈഡിൽ പോവുകയോ? അല്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നും ഇവിടെ ഹ്യൂസ്റ്റൺ ടെക്സസിലൊന്നും അച്ഛൻ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഇത് തന്നെ. അതിനല്ലേ പള്ളിയിലോട്ടുള്ള വരവേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ഓഫീസ്, പള്ളി, റിട്ടയർ ചെയ്താൽ പിന്നെ ഡോക്ടർ ഓഫീസും പള്ളിയും ഗ്രോസറി കടയും അത്രയല്ലേ ഉള്ളൂ. അപ്പം ലിമിറ്റഡ് ഓട്ടോ ഞാൻ രാത്രി ഓടിക്കില്ല. ഓക്കെ. അച്ഛൻ ലോങ്ങസ്റ്റ് ഓടിപ്പോയ അമേരിക്കയിലെ ഡ്രൈവ് ഏതായിരിക്കും? ഡിട്രോയിറ്റിൽ നിന്ന് ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്. ഡിട്രോയിറ്റിൽ നിന്ന് ഹ്യൂസ്റ്റൺ, അതൊരു 1000 മൈല്? 1000 മൈൽ കൂടുതൽ. അത് 2 പ്രാവശ്യം ഞാൻ ആദ്യം ഇവിടെ കാണാൻ വന്നു, പിന്നെ 2ാമത് വന്നു, പിന്നെ അന്ന് മിഷനിലായിരുന്നപ്പോൾ ധാരാളം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ആദ്യകാലത്ത് വന്നപ്പം ഞങ്ങൾ ഡാളസിലേക്ക് പല പ്രാവശ്യം ഡാളസിലേക്ക് അന്ന് പോകുമായിരുന്നു. അപ്പം ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്ത. പിന്നെ ന്യൂ ഓർലിയൻസിൽ പോകുമായിരുന്നു. പിന്നെ ഹോസ്റ്റലില് സാന്റോണിയോ ഹോസ്റ്റൽ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അച്ഛാ, ഈ സ്നോവിൽ അച്ഛൻ്റെ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ? ഡിട്രോയിറ്റിൽ വെച്ച അന്നത്തെ കാലത്ത് സ്നോ ടയറിലോട്ട് മാറ്റണം. ആ ക്ലൈമറ്റ് മാറുമ്പോൾ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്നോ ടയർ, ഓക്കെ, മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു മാറ്റും. ഓക്കെ. അതൊരു വലിയൊരു ഹെഡേക്ക് ആയിരുന്നു. ഓക്കെ. ആ ചെയിൻ ഇടണമൊക്കെ. അതെ, ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല, ഇഷ്യൂ ഇല്ല. ചില സമയത്ത് സ്നോയിലൊക്കെ വണ്ടി എടുക്കാൻ ഇച്ചിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. രാത്രിയിൽ എവിടെയെങ്കിലും മിഡ് നൈറ്റിൽ പോയി സ്റ്റക്കായിട്ടുണ്ടോ ജോലി? അങ്ങനെയുള്ള വലിയ ഹെവി സ്നോഫോളിലൊന്നും ആയിട്ടില്ല. കാരണം അന്ന് ഇമ്പാലയല്ലേ ഞാൻ ഓടിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഇല്ല. നല്ല വണ്ടിയാണ്. പക്ഷേ അനുഭവസ്ഥരുണ്ട് അല്ലേ, കൂടെ ഉള്ളവരൊക്കെ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടിയവരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ സ്നോ വീണപ്പം വണ്ടിയിൽ നിന്ന് സ്നോ മാറ്റാൻ വേണ്ടി നമുക്കൊരു ബ്രഷ് പോലും കഴിയില്ല ഇല്ലായിരുന്നു. അച്ഛാ, ഇതിനൊക്കെ ഒരിത്തിരി എക്സ്പീരിയൻസ് വേണം. ആ തണുപ്പോടെ കാനഡയിലുള്ളവർ അനുഭവിക്കുന്ന പോലെ അല്ലേ? ഓക്കെ അച്ഛാ, താങ്ക് യു സോ മച്ച്. അച്ഛന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് അടുത്ത ഒരു സെഷൻ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.